കാലത്ത് പുറത്ത് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. പറമ്പിൽ കുറേ മയിലുകൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് നോക്കി ഇന്ന് അകത്ത് വന്നപ്പോഴേക്കും കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കാപ്പി ഉണ്ടാക്കി. പിന്നെ അതേ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി കഴുകിയിട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കുകയാണ് കേട്ടോ. ഇനി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴുകിയെടുക്കുള്ളൂ. എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ മയിലിനെയൊന്നും നമ്മളുടെ വീടിൻ്റെ പരിസരത്തൊന്നും കണ്ടിരുന്നില്ല. ഇപ്പോൾ എന്തോരം മയിലുകളാണ് വീടിൻ്റെ മേലെയും വാർപ്പിൻ്റെ മേലൊക്കെയാണ് വന്നിരിക്കുന്നത്. തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ സവാളയും ഒരു തക്കാളി എടുത്തിട്ട് കഴുകിയിട്ട് ഞാൻ വെക്കുകയാണ് കേട്ടോ. തക്കാളിയും സവാളയൊക്കെ കഴുകിയെടുക്കാൻ വന്നപ്പോഴാണ് കേട്ടോ അരി വെള്ളത്തിലിട്ട് വെച്ച കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വേഗം അരി കഴുകിയിട്ട് കെറ്റിലിൽ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് ഒഴിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെക്കുകയാണ്. ഇപ്പോൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള അരി പെട്ടെന്ന് വേവണ അരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കില്ല. തിള വരുന്നതിൻ്റെ മുന്നേ തന്നെ അത് എടുത്തിട്ട് ഞാൻ തെർമലിൽ ഇറക്കി വെക്കും. ഇനിയിപ്പോൾ അത് ഒരു അരമണിക്കൂറാകുമ്പോൾ തന്നെ ചോറ് വെന്തിട്ടുണ്ടാവും. കൂടുതൽ നേരം വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ ചോറ് വല്ല പായസം പോലെ ആയിട്ടുണ്ടാവും. പിന്നെ നമുക്കത് കഴിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇവിടെ ദോശ ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ അധികവും തക്കാളി ചമ്മന്തി കേട്ടോ ഉണ്ടാക്കാറ്. കൂടെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. ഇന്നലെ ദോശയ്ക്ക് ഇടാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം. അത് കാരണം ഞാൻ ഇത് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ദോശമാവാണ് കേട്ടോ ഉണ്ടാക്കണത്. ദോശ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ തക്കാളി ചമ്മന്തി ആയപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കുന്നുണ്ട്. ഇല്ലാച്ചെങ്കിൽ ഇതിങ്ങനെ കൂടി വരും. പിന്നെ ഈ ഒരു സംഭവം ഇത് ഞാൻ നെയ്യ് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി. നല്ല സാധനം കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ നെയ്യ് ഒഴിക്കാൻ വേണ്ടി നെയ്യ് എടുക്കുമ്പോഴാണ് കേട്ടോ ഈ സംഭവം ഓർമ്മ വന്നത്. ഇങ്ങനെ ഒരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. നല്ല സാധനമാണിത്. അപ്പം നമ്മൾ നെയ്യ് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴും ആ പാത്രത്തിൽ നിന്ന് തന്നെ എപ്പോഴും അങ്ങനെ ഒഴിക്കുമ്പോഴൊക്കെ അതിങ്ങനെ ലീക്കാവുകയൊക്കെ ചെയ്യില്ലേ. ഇതങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തായാലും. അതിന് സ്പൂൺ വെക്കാനും ഒരു സ്ഥലമുണ്ട്. ഞാനത് വേഗം കഴുകിയിട്ട് തുടച്ചിട്ട് എടുത്ത് വെക്കുകയാണ്. ഇനിയും അത് അതേപോലെ എടുത്ത് വെച്ചാൽ പിന്നെ ഞാൻ മറക്കും. ഇനി അടുത്ത പ്രാവശ്യം എന്തെങ്കിലും നെയ്യ് എടുക്കുമ്പോഴേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അത് കാരണം ഞാൻ ഇപ്പം തന്നെ കൈയോടെ തന്നെ അത് കഴുകിയിട്ട് തുടച്ച് വെക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ചീരയും പരിപ്പും കൂടിയിട്ട് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. സത്യത്തിൽ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ സാധനങ്ങൾ പച്ചക്കറികളൊന്നുമില്ല. പിന്നെ ചിക്കൻ ഇരിക്കുന്നുണ്ട്. ഇന്നാണെങ്കിൽ അമ്പലത്തിൽ പോണ കാരണം ചിക്കൻ കൂട്ടാൻ പറ്റില്ല. എന്ത് വെക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ചീരയുടെ ഇല ചേച്ചി തരുന്നത്. അപ്പോൾ പിന്നെ ചീരയിലും പരിപ്പും കൂടിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ സിയമോള് വന്നിട്ട് വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളെ കയറ്റിയിട്ട് അവിടെ എടുത്തിരിക്കുക. പിന്നെ ഒരു ബീട്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഉപ്പേരി വയ്ക്കുകയാണ്. ഇനിക്ക് എന്തായാലും ഒന്ന് സാധനങ്ങൾ വാങ്ങിയാലേ നാളെ വെക്കാണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പച്ചക്കറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഞാനിങ്ങനെ ഒരു ഫ്രൈ ചെയ്തെടുക്കണ പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കുട്ടികൾ കഴിക്കുകയും ചെയ്യും. സിയമോൾ ഇത് എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്, ഓരോ സാധനങ്ങൾ വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചീരയിലെ കറി വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപ്പ് ഞാനൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഇങ്ങനെ പരിപ്പ് വേറിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടിപ്പോയി. പക്ഷേ ഇലക്കെട്ട് വന്നപ്പോൾ അത് സെറ്റായി. ഞാൻ വറ്റിച്ചെടുത്തത് കൂടിപ്പോയോന്നായി പിന്നെ എനിക്ക്. കറി വെന്ത് വന്നപ്പോൾ ഉപ്പിട്ടത് കുറച്ച് കുറവായി പോയി. അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പിടുകയാണ് കേട്ടോ. ഉപ്പേരി അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി കറിയും ആയിട്ടുണ്ട്. അമ്മയ്ക്ക് മാങ്ങ കിട്ടിയപ്പോൾ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേഗം അരിഞ്ഞിട്ട് അച്ചാറിടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അച്ചാറും ഉപ്പേരിയും കറിയും കൂട്ടിയിട്ടാണ് ഭക്ഷണം.